അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ വിളമ്പുവാനായിട്ടുള്ള വീഞ്ഞ് പാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിത്രത്തെ അദ്ദേഹം മനോഹരമായിട്ട് വരച്ചു തീർന്ന ശേഷം ഒത്തിരി സമയമെടുത്താണ് അത് വരച്ചു തീർന്നിട്ട് തൻ്റെ സ്നേഹിതനായിട്ടുള്ള തൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഈ ചിത്രത്തെ കാണിക്കുകയാണ്. എന്താ നിൻ്റെ അഭിപ്രായം? ആ സ്നേഹിതൻ വന്ന് കുറേ നേരം ആ ചിത്രത്തെ നന്നായിട്ടൊന്ന് വീക്ഷിച്ചു. വളരെ മനോഹരമായ ചിത്രം വീക്ഷിച്ചു. ആ സുഹൃത്ത് കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നിട്ട് തൻ്റെ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞു: ഡാവിഞ്ചി, താൻ വരച്ചിരിക്കുന്ന ചിത്രം അതിമനോഹരം. പ്രത്യേകിച്ചും യേശു ക്രിസ്തുവിൻ്റെ കൈകളിലിരിക്കുന്ന ആ വീഞ്ഞ് പാത്രം എത്ര മനോഹരമായിരിക്കുന്നു. ശരിക്കും നല്ലൊരു ഒറിജിനാലിറ്റി തോന്നുന്നു. ശരിക്കും ഒരു പാനപാത്രം തൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ എത്ര മനോഹരമായിട്ടാണ് നീ അത് വരച്ചിരിക്കുന്നത്. വണ്ടർഫുൾ. അദ്ദേഹം വളരെയധികം ആശ്ചര്യപൂർവ്വം പറഞ്ഞു. ഉടനെ തന്നെ ഡാവിഞ്ചി എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ ആ ബ്രഷ് എടുത്ത് ആ ചായത്തിൽ മുക്കി യേശു ക്രിസ്തുവിൻ്റെ കൈകളിൽ മനോഹരമായി നാളുകളെടുത്ത് താൻ വരച്ച ആ വീഞ്ഞ് പാത്രത്തെ മായ്ച്ചു കളഞ്ഞു. അതിനെ മായ്ച്ചു കളയുകയാണ്. ഈ ഡാവിഞ്ചിയുടെ സ്നേഹിതന് ഭയങ്കര ദേഷ്യമായി, ആശ്ചര്യമായി. താൻ എന്തായി കാണിക്കുന്നത്? ഇത്ര മനോഹരമായിട്ട് താൻ ആ വീഞ്ഞ് പാത്രം വരച്ചിട്ട് അതിനെ പെട്ടെന്ന് മായ്ച്ചു കളഞ്ഞല്ലോ, എന്ത് ഭോഷത്വമാണ് കാണിച്ചത്? ഉടനെ സൗമ്യനായി ഡാവിഞ്ചി ഇങ്ങനെ പറഞ്ഞു: ഈ ചിത്രം വരയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചിത്രത്തിൽ ആകർഷണീയനായി കേന്ദ്രബിന്ദുവായി ക്രിസ്തുവിനെ എല്ലാവരും കാണണം. പക്ഷേ നീ നോക്കിയപ്പോൾ കണ്ടത്, നിന്നെ ആകർഷിച്ചത് ക്രിസ്തുവിനെ ആയിരുന്നില്ല, ക്രിസ്തുവിൻ്റെ കയ്യിലിരുന്ന വീഞ്ഞു പാത്രമായിരുന്നു. അതുകൊണ്ട് അതവിടെ ഇരിക്കാൻ പാടില്ല. എത്ര മനോഹരമായിട്ടുള്ള ഒരു ചിന്തയായിരുന്നു ഡാവിഞ്ചിക്കുണ്ടായിരുന്നത്. വലത്തുവശത്ത് 6 ശിഷ്യന്മാർ, ഇടതുവശത്ത് 6 ശിഷ്യന്മാർ, മധ്യത്തിലായിട്ട് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് ആ ചിത്രം വരയ്ക്കുമ്പോൾ ഡാവിഞ്ചിയുടെ മനസ്സിലുണ്ടായിരുന്നത് ഇതായിരുന്നു. വളരെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെയാണ് താനത് വരച്ചു എന്നാണ് ഞാനത് പുസ്തകത്തിലൂടെ വായിച്ചെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഡാവിഞ്ചിയുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യം ഇതായിരുന്നു: ഒരു വ്യക്തി ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ യേശു ആകർഷിതനായിട്ടിരിക്കണം, കേന്ദ്രബിന്ദു യേശുവായിരിക്കണം. അതിനപ്പുറമായി, യേശുവിനേക്കാൾ അപ്പുറമായി ആകർഷണീയമായി മറ്റൊന്നും ഉണ്ടാകരുത് എന്നതായിരുന്നു ഡാവിഞ്ചിയുടെ മനസ്സിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി യേശു വരുമ്പോൾ, അനന്യനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി വരുമ്പോൾ നമ്മുടെ ജീവിതം ആകർഷണീയമായി തീരും, എന്തൊക്കെ ഇടയായി തീരും. നമ്മുടെ ക്രിസ്തുവിന് മുൻപും പിൻപും എന്നുള്ള ജീവിതം കടന്നു വരാൻ എന്തൊക്കെ ഇടയായി തീരും. എന്നും അനന്യനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടെ ഇരുന്ന് വഴി നടത്തുവാൻ ശക്തനാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ആത്മീക ജീവിതത്തിൻ്റെ ഉടമയായി തീരാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവിടുന്ന് അനന്യനാണ്, ഇന്നും മാറാത്തവനായിരിക്കുന്നു. നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റുവാൻ, നിങ്ങളുടെ വിഷമതകളെ മാറ്റുവാൻ, ആത്മഹത്യ ചിന്തകളെ മാറ്റുവാൻ, കുടുംബ സമാധാനം തരുവാൻ, കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, മക്കളെ ചൊല്ലിയുള്ള നിങ്ങളുടെ വിഷമതകളെ മാറ്റുവാൻ യേശുവിന് കഴിയും. താങ്കളുടെ ജീവിതം ക്രിസ്തുവിനായി ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മധ്യഭാഗത്ത് കയറിയിരിക്കുന്നത്? ആരാണ് അവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്? ചിലരെയാണ് ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നത് മദ്യമാണ്, അശ്ലീല സാഹിത്യങ്ങളാണ്, ആവശ്യമില്ലാത്ത കാഴ്ചകളാണ്, മനുഷ്യൻ്റെ ജഡിക വികാരങ്ങൾ ഉണർത്തുന്ന തരത്തിലുള്ള ഗാനങ്ങളും ദൃശ്യാവിഷ്കാരങ്ങളും സിനിമകളുമാണ്, പാപത്തിൻ്റെ മോഹങ്ങളാണ്. താങ്കളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായിരിക്കുന്ന എന്താണ്? ഇന്ന് തീരുമാനിക്കുക. അനന്യനായവനായ കർത്താവ്, സജീവകുമാരൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയവനായ ദൈവം, അങ്ങനെ ജനലക്ഷങ്ങൾക്ക് മാറ്റം വരുത്തിയവനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം തരുവാൻ ശക്തനാണ്. അനന്യനായവൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി, കേന്ദ്രസ്ഥാനിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനം യേശുവിന് വേണ്ടി നിങ്ങൾ കൊടുക്കുമോ? പ്രധാന സ്ഥലം യേശുവിന് വേണ്ടി നിങ്ങൾ കൊടുക്കുമോ? ഏതോ ഒരു ഒഴിഞ്ഞ മൂല കർത്താവിനായിട്ട് കൊടുക്കാനായിട്ടല്ല. ജീവിതത്തിൻ്റെ പ്രധാന സ്ഥലം നിങ്ങളുടെ ഹൃദയത്തെ യേശുവിന് വേണ്ടി സമർപ്പിക്കുമെങ്കിൽ അനന്യനായ ക്രിസ്തുവിൻ്റെ ദിവ്യ സമാധാനം നിങ്ങളിൽ വന്ന് നിറയാനിടയായിത്തീരും. സമൂഹത്തിൽ മാന്യനായ ഒരു വ്യക്തിയാക്കി നിങ്ങളെ മാറ്റുവാനിടയായിത്തീരും. നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം മറ്റുള്ളവർ കാണുവാനിടയായിത്തീരും. സമാധാന പ്രഭുവായ ക്രിസ്തുവിന് കേന്ദ്രസ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കുമെങ്കിൽ ഇന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ജീവിതത്തെ ദൈവത്തിനായിട്ട് അർപ്പിക്കാം. കർത്താവിനോട് പറയാം: യേശുവേ, എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവെ, പ്രധാന സ്ഥലം ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. അങ്ങ് വരണമേ, അങ്ങയുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ, അങ്ങയുടെ ദിവ്യമായ ശക്തിയും സമാധാനവും രക്ഷയും എനിക്ക് നൽകണമേ, എൻ്റെ പാപങ്ങളെ മോചിക്കണമേ എന്ന് സമ്പൂർണ്ണമായി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഈ അനന്യനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കും ഇന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാമോ? സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റം തരുവാൻ അങ്ങ് ഇന്നും ജീവിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, യേശു ഞങ്ങൾക്ക് വേണ്ടി അതിശയങ്ങളെ പ്രവർത്തിക്കാനായിട്ട് അങ്ങെന്നും ജീവിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് ആത്മരക്ഷ എന്ന ഏറ്റവും വലിയ അത്ഭുതം നൽകി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നീ ശക്തനായി.
കർത്താവെ മാറാത്തവനായിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എത്രയോ ജനലക്ഷങ്ങൾക്ക് അവരുടെ പാപപ്രവൃത്തികളിൽ നിന്ന് രൂപാന്തരം വരുത്തി ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് പിൻപുമെന്ന് ജീവിതത്തെ വേർതിരിച്ചതുപോലെ ഈ ശബ്ദം കേട്ട് അടിയനോടൊപ്പം പ്രാർത്ഥിക്കുന്ന, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കർത്താവെ നിന്റെ മക്കളുടെ മേലും അവിടുത്തെ കൃപ പകർന്ന് ജീവിതങ്ങൾക്ക് മാറ്റം വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തിയിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിന്റെ കോട്ടകളെ തകർക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ വിടുതലിന്റെ ശക്തി ഇവരിലേക്ക് ഇറങ്ങി വരുമാറാകട്ടെ. ദിവ്യ സമാധാനം ഇവർ അനുഭവിക്കട്ടെ. കർത്താവെ, അങ്ങേ ജീവിതത്തിൽ കർത്താവെ പ്രധാനമായ സ്ഥലം നൽകിക്കൊണ്ട് അങ്ങേ ബഹുമാനിച്ചുകൊണ്ട് നടക്കാൻ, കർത്താവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞിരിക്കാൻ സഹായിക്കണം. കുടുംബത്തിൻ്റെ കർത്താവ് നാഥനായി, വ്യക്തികളുടെ നാഥനായി, കർത്താവായി കർത്താവ് ഇവരുടെ കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ ഭവനങ്ങളിലും കർത്താവ് തന്നെ നായകനായിരിക്കണമേ, നടത്തിപ്പുകാരനായിരിക്കണമേ. ദൈവം ഇവരുടെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ സമാധാനവും ആശ്വാസം നൽകണം. രോഗികളെ സൗഖ്യമാക്കി വിടുവിക്കണം. കർത്താവെ, വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. അത്ഭുത സാക്ഷികളാക്കി മാറ്റണമേ. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നതിനാൽ നന്ദി. ഇവരിലൂടെ അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങൾ അറിയിക്കുക. ദൈവം ഇന്ന് നിങ്ങളോട് ഇടപെട്ടിരിക്കുകയാണ്. വ്യക്തിപരമായി കേട്ട സാക്ഷ്യത്തിലൂടെയും ഈ സന്ദേശത്തിലൂടെയും ദൈവം നിങ്ങൾക്കായി ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെ മറ്റുള്ളവരോട് പറയുക. ഞങ്ങളെയും വിളിച്ചറിയിക്കുക. ഞങ്ങൾക്കായി എഴുതുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കും. ഈ സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സിൽ എഴുതുക. നിങ്ങളുടെ വിഷയങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനാ പങ്കാളികൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.